നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഒരു അവധി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും വരികയാണ്. ഇന്ന് ഒരു മാർക്കറ്റ് ഡേ ആണ് ഉള്ളത്. അതിനുശേഷം വീണ്ടും നമ്മൾ 2 അവധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇന്ന് എത്ര ആളുകൾ ആക്റ്റീവായിട്ട് മാർക്കറ്റിൽ ഉണ്ട് എന്നറിയില്ല. പക്ഷേ ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആണുള്ളത്. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഈ ഒരു ആഴ്ചയിലെ തന്നെ ഏറ്റവും വലിയ ഈവൻ്റായിട്ട് നമ്മൾ കണക്കാക്കിയിരുന്നത് US നിന്നുള്ള ഇൻഫ്ലേഷൻ ഡേറ്റ ആയിരുന്നു. ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു. എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ അവിടുത്തെ ഇൻഫ്ലേഷൻ ഉയർന്നതുകൊണ്ട് ഏകദേശം ഒരു 3.5 ഉയർന്നത് US മാർക്കറ്റിന് പെട്ടെന്ന് തന്നെ ഒരു ഷോക്കായിട്ടുള്ളൊരു ന്യൂസാണ്. അപ്പോൾ ഓൾറെഡി ഒരു ഓൾ ടൈം ഹൈയിൽ എത്തി നിൽക്കുന്ന US മാർക്കറ്റ് ഓൾറെഡി ഈ തവണയും ഇൻഫ്ലേഷൻ കുറയും, അതിനുശേഷം പെട്ടെന്ന് തന്നെ സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്നുള്ള ചിന്തയിൽ, ആ ഒരു വിശ്വാസത്തിൽ പോന്നിരുന്ന ആ ഒരു US മാർക്കറ്റിന് പെട്ടെന്നുള്ളൊരു ആ ഒരു നെഗറ്റീവ് ന്യൂസ് മാർക്കറ്റിൽ അത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. വളരെ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. അതായത് നമ്മളെ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം, ഇന്നലെയാണ് നമ്മളെ മാർക്കറ്റ് അവധി, അതിന് മുമ്പുള്ള ദിവസം US മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണല്ലോ. വളരെ ഭീകരമായിട്ട് ഇടിഞ്ഞിരുന്നു. അതിനുശേഷം ഇന്നലെയും ഇടിഞ്ഞിരുന്നു. ഇന്നും നമ്മുടെ US മാർക്കറ്റ് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിൽ തന്നെയാണ് ഉള്ളത്. US മാർക്കറ്റിൽ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ ഉള്ളത് അവിടുത്തെ ഇൻഡെക്സ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ റിസൾട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു റിസൾട്ടാണ് ഇനിയും ഫർദറായിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കുമോ എന്ന് ആളുകൾ നോക്കി കാണുന്നത്. നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ TCSൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. ഇന്ന് മാർക്കറ്റ് ക്ലോസിംഗ് ടൈമിന് ശേഷമാണ് TCSൻ്റെ റിസൾട്ട് വരാം. അപ്പോൾ TCSൻ്റെ റിസൾട്ട് മാത്രമല്ല, വിപ്രോയുടെ റിസൾട്ട് ഉണ്ട്. കൂടാതെ തന്നെ നാളെ നമുക്ക് ഒരു അടുത്ത ആഴ്ചയോടൊക്കെ കൂടിയിട്ട് നമുക്ക് മറ്റുള്ള ബാങ്കിങ് കമ്പനീസിൻ്റെ റിസൾട്ട്, ഹെവി വെയ്റ്റ് ബാങ്കിങ് കമ്പനീസിൻ്റെ റിസൾട്ടുകളുണ്ട്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് TCSൻ്റെ റിസൾട്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനി, നിഫ്റ്റിയിൽ 50-ലുള്ള IT കമ്പനി തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ടുകളെല്ലാം തന്നെ നിങ്ങൾ ഗൂഗിളിലും മറ്റു വെബ്സൈറ്റിലൊക്കെ സെർച്ച് ചെയ്ത് സമയം കളയേണ്ട. നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിൽ അപ്ഡേറ്റഡ് ആണ്. റിസൾട്ട് കലണ്ടറിൽ പോകുക, കമ്പനിയുടെ പേരോ അതല്ലെങ്കിൽ ഡേറ്റോ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കമ്പനികളുടെ റിസൾട്ടുകൾ അറിയാൻ സാധിക്കും. നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വെബ്സൈറ്റായിട്ടുള്ള Bismate.comൻ്റെ ട്രേഡിംഗ് വിങ് ആയിട്ടുള്ള ട്രേഡ് ബഡ്ഡി ടാബിൽ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി പ്രധാനമായിട്ട് നമുക്ക് നിഫ്റ്റിയുടെ വാല്യൂസ് എല്ലാം നോക്കുകയാണെങ്കിൽ, നിഫ്റ്റി കഴിഞ്ഞ ദിവസം നിഫ്റ്റി 22,670 എന്ന നിലയിലാണ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ആ ഒരു നിൽപ്പ്. 22,670 എന്ന റേഞ്ചിൽ നിഫ്റ്റി നിൽക്കുന്നത് ആക്ച്വലി ഒരു സ്ലൈറ്റ്ലി ഒരു ഗ്യാപ്പ് ഡൗൺ തന്നെയാണ്. സ്ലൈറ്റ്ലി അല്ല, ഒരു ഗ്യാപ്പ് ഡൗൺ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാൻ പാകമായ രീതിയിലാണ് നിൽക്കുന്നത്. കാരണം നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് നിഫ്റ്റി ഉണ്ടായിരുന്നത് 22,830 എന്ന നിലയിലാണ്. ഇപ്പോൾ 22,670 എന്ന നിലയിൽ നിഫ്റ്റി എത്തി നിൽക്കുമ്പോൾ ഏകദേശം ഒരു 100-150 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് ഡൗണുകളിൽ ആണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ആ ഒരു ഗ്യാപ്പ് ഡൗൺ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും, അത് അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. ഇനി ഇതാണ് നമുക്ക് പൊതുവേ കണ്ടിട്ടുള്ള അപ്ഡേറ്റ്. അതാണ് TCSൻ്റെ റിസൾട്ട്. US നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു. നിഫ്റ്റി ഇപ്പോൾ നെഗറ്റീവാണ്. US മാർക്കറ്റ് 2 ദിവസമായിട്ട് റെഡ് അടച്ചു. ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഇന്ന് ലൈം ലൈറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകൾ, സൺഫാർമയെ അവരുടെ പുതിയ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയിൽ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. US ഡ്രഗ് കൺട്രോൾ അതോറിറ്റീസ്. അപ്പോൾ ആ ഇൻസ്പെക്ഷന് അംഗീകാരം കൊടുത്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. TCSൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, റിസൾട്ട് പ്രഖ്യാപനം. ഡോക്ടർ റെഡ്ഡിയായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉണ്ട്. മൈഗ്രെയിന് ചികിത്സക്ക് ഒരു പുതിയൊരു ഡിവൈസ് ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിവൈസ് US-ലും യൂറോപ്പിലെല്ലാം തന്നെ ഇവർ ലോഞ്ച് ചെയ്യുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. മെട്രോപോളിസ് ഹെൽത്ത് കെയർ കമ്പനി ഫാർമ സെക്ടറിലുള്ള കമ്പനിയാണ്. ഇവരും റവന്യൂ 10% ഇയർ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. ഫോണിക്സ് മിൽസ് കമ്പനി ഇവരുടെ ടോട്ടൽ കൺസപ്ഷൻ 27% ഇയർ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. യുനോ മിൻഡ കമ്പനി ഏകദേശം ഒരു 1.2 ലാക്ക് പ്രതിവർഷം പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള ഒരു പുതിയ ഒരു പ്ലാന്റ് ചെയ്യാനായിട്ട് കമ്പനി ധാരണയായിട്ടുണ്ട്. ക്യാമ്പ്സിന്
RBI പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ലൈസൻസ്, ഓൺലൈൻ പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. മഹാരാഷ്ട്ര സീംലെസ് കമ്പനിക്ക് 700 കോടി രൂപയുടെ ഒരു സീംലെസ് പൈപ്പുകൾ സപ്ലൈ ചെയ്യുന്ന ഓർഡർ ONGCയുടെ ഭാഗത്തുനിന്ന് ലഭിച്ചു. സാഗിൽ പ്രീപെയ്ഡ് കമ്പനി യോക്കോഹാമ ഇന്ത്യയുടെ ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഭാരതി ഹെക്സാകോം കമ്പനി ഭാരതി എയർടെലിൻ്റെ സബ്സിഡിയറി കമ്പനിയാണ്. അപ്പോൾ ഇന്ന് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യപ്പെടും. 570 രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ് ഉണ്ടായിരുന്നത്. ടാറ്റ മോട്ടോഴ്സ് ഷെല്ലായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഇന്ത്യയിലെ EV ചാർജിങ് സ്റ്റേഷൻസ് എല്ലാം തന്നെ വിപുലപ്പെടുത്താനായിട്ട് ഒരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ആൽപ്പലോക്സ് ടെക്കീസ് കമ്പനി ഇവർ മൊജിസ് എഞ്ചിനീയറിംഗ് ആയിട്ട് എത്തനോൾ പ്രൊഡക്ഷൻ എല്ലാം തന്നെ വർദ്ധിപ്പിക്കാനായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. അഡ്വൈത് ഇൻഫ്രാ ടെക് കമ്പനി ഇവർ ടെക്കോ എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് ബാറ്ററി സെൽ ടെക്നോളജി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ധാരണയായി. ട്രൈഡൻറ്റ് കമ്പനി അവരുടെ പുതിയ ഒരു പവർ പ്രൊജക്റ്റ് മധ്യപ്രദേശിൽ ഇവർ ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ലീഡിങ് തിയേറ്റർ ബിസിനസ് കമ്പനിയായിട്ടുള്ള PVR ഇനോക്സ് ബാംഗ്ലൂരിൽ ഏറ്റവും വലിയ സ്ക്രീന് 14 സ്ക്രീനോട് കൂടിയിട്ട് ഒരു പുതിയ സിനിമ ഓപ്പൺ ചെയ്തു. കൂടാതെ തന്നെ കേരളത്തിലും ഫോറം മാളിൽ PVR അവരുടെ പ്രവർത്തനം ആരംഭിച്ചു. നെയ്ബായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത് 300 കോടി രൂപയുടെ ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചു. ഇനി US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ HDFC വീണ്ടും ഫർദറായിട്ട് ഇടിഞ്ഞു കാണാം. ഇൻഫോസിസും സ്ലൈറ്റ്ലി ഇടിവിലാണുള്ളത്. റിലയൻസ് പ്രശ്നമൊന്നും ഇന്നലെ ഉണ്ടായിട്ടില്ല. ഇനി എൻ്റയർ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാൻ ഏറ്റവും താഴെ നാസ്ഡാക്ക് ഇന്നലെ ഗ്രീനിൽ അടച്ചു, എന്നാൽ ഡോ റെഡിൽ അടച്ചു. ഇന്നലെയാണ് കഴിഞ്ഞ ദിവസം നാസ്ഡാക്ക് വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ് ഇന്നലെ ഇടിവിലാണ് ഉള്ളത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റ് മിക്സഡാണ്. ഗോൾഡ് 2378, ബിറ്റ്കോയിൻ 70,000 എന്ന റേഞ്ചിലാണുള്ളത്. നമുക്ക് പൊതുവേ കാണുമ്പോൾ അതിശക്തമായിട്ട് ഇടിഞ്ഞ US മാർക്കറ്റ് കഴിഞ്ഞ ബുധനാഴ്ച ദിവസം ഇന്നലെ അത് മിക്സഡായ രീതിയിലാണ് ക്ലോസ് ചെയ്തത്. നാസ്ഡാക്ക് ടെക്നോളജി കമ്പനീസ് ഇന്നലെ ചെറിയൊരു ഗെയിൻ US മാർക്കറ്റിൽ കണ്ടു. കൂടാതെ തന്നെ ഈ ഒരു ഫോളോ ഓൾറെഡി യൂറോപ്യൻ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളതാണ്, ഏഷ്യൻ മാർക്കറ്റിലും റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് ഒരു ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിങ് തുടരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു യൂസിലുണ്ടാക്കിയ ഒരു ഫോള് റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല, നമ്മുടെ മാർക്കറ്റ് അവധി ആയതുകൊണ്ട്. പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി നമ്മുടെ കറൻറ്റ് മന്തിലെ ഫ്യൂച്ചർ കോൺട്രാക്റ്റാണ്. അത് ഇപ്പോൾ സ്പോട്ടായിട്ട് ഇന്ന് അത് റിയാക്ട് ചെയ്യപ്പെടും. അപ്പോൾ പൊതുവേ മാർക്കറ്റ് ഒരു ഇനീഷ്യൽ സ്റ്റേജിലൊരു ഗ്യാപ് ഡൗൺ എന്ന അവസ്ഥയിലാണ് നമുക്ക് കിട്ടുക. FIs പക്ഷേ വളരെ ബുള്ളിഷായ രീതിയിലാണ് കഴിഞ്ഞ ദിവസം ആക്ട് ചെയ്തിട്ടുള്ളത്. 2778 കോടി രൂപയ്ക്ക് FIs ലാസ്റ്റ് പ്രവർത്തി ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ FIs ബൈ നടത്തിയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ആശ്വസിക്കാൻ ഇടം നൽകുന്ന ഒരു കാര്യം. വിശദമായിട്ട് ഇന്ന് വൈകിട്ട് ഒരു പുതിയൊരു ടോപ്പിക്കായിട്ട് ഇന്ന് വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റില്ല, ഒരു പുതിയൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.